ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ കുറെ നാളുകളായിട്ട് മിയ കിച്ചനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുറെ കമന്റ്സുകളൊക്കെ വാരിക്കോരി ഇട്ട് തന്നിട്ട് മിയ കിച്ചനെ നിങ്ങളെ എപ്പോഴും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ കുറെ നാളായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കുന്ന റെസിപ്പിയാണ് സോസേജ് എങ്ങനെ വീട്ടിലുണ്ടാക്കാന്ന്. അപ്പൊ സാധാരണ കടയിൽ നിന്ന് സോസേജ് ഞാൻ തന്നെ വാങ്ങാറില്ല, എനിക്ക് അതിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ആ റെസിപ്പി ചെയ്യാറ്. അപ്പൊ ഇന്ന് നമ്മളോട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ചിക്കൻ്റെ സോസേജാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ശരിക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ല, നല്ല ഈസി ആയിട്ട് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ സോസേജ് ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ വീട്ടിലെ കുട്ടികളോട് അമ്മമാര് എന്തായിരുന്നാലും കുട്ടികൾക്ക് ഇത് റെഡിയാക്കി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് തന്നെ റെഡിയാക്കാന്ന്. ഈ മുഖത്ത് ശരിക്കും ഉള്ളതല്ല കേട്ടോ, ഇത് ഞാൻ വെറുതെ വെച്ചതാണ്. റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ്റെ പീസുകൾ ഇതേപോലെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം. ഒരു 12 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. ഞാനിവിടെ ഒരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇതേപോലെ നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനെ ഇറ്റാലിയൻ സീസണിങ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഒന്നല്ലെങ്കിൽ ഇത് ചേർക്കാം, അല്ലെങ്കിൽ ഒറിഗാനോ ഇതേപോലെ ഇങ്ങനെ ഉണക്കിയിട്ട് ഒറിഗാനോയുടെ ഇല ഇതേപോലെ ഉണക്കിയിട്ട് ഉള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതും പിന്നെ ഇതേപോലെ ബേസിൽ ലീവ്സ് എന്ന് പറഞ്ഞിട്ട് ഇതും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ചേർക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ഒറിഗാനോയും പിന്നെ ഈ ബേസിൽ ലീവ്സും ഇത് രണ്ടും കുറേശ്ശെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ കറിയിലേക്കൊക്കെ നമ്മുടെ ഗരം മസാല എന്തോരം ചേർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇറ്റാലിയൻ സീസണിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതൊക്കെ സാധാരണ നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കാൻ വേണ്ടിയിട്ട് എടുക്കാറ്. അപ്പോൾ ഇത് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നാടൻ കറിയുടെ ഒരു ടേസ്റ്റിൽ നിന്ന് മാറിയിട്ട് വേറെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കണത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങാം. അപ്പോൾ ഇതിപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഗരം മസാലയുടെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് പകരമായിട്ട് ഗരം മസാല കുറച്ച് ചേർക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനും പിന്നെ ഈ ക്യാപ്സിക്കവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിലിട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചിങ്ങനെ ലൂസായിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം കോൺഫ്ലവർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. നമ്മുടെ ഇന്ത്യക്കൊക്കെ പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലവറിന് ഇതേപോലെ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടായിരിക്കും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ് അല്ലാത്തത് നമ്മൾ പോയിട്ട് ഇപ്പോൾ കോൺഫ്ലവർ എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കോൺ പൊടിച്ച പൊടിയായിരിക്കും ചിലപ്പോൾ കിട്ടുക. അപ്പോൾ ഇതേപോലെ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ട് വാങ്ങാം. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് വന്നത് കോൺഫ്ലോർ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ഞാൻ അതിലേക്ക് എന്തോരാണ് ചേർക്കണേന്നുള്ളത് ചേർക്കുന്ന സമയത്ത് പറയാം. അതിൻ്റെ ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ പീസാ അല്ലെങ്കിൽ കുറച്ച് വലിയ പീസൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് മസാല ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം സവോള ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില വേണം. ഞാൻ ഇതിലേക്ക് 2 ടൈപ്പ് സോസാണ് ചേർക്കുന്നത്. ചില്ലി സോസും ചേർക്കുന്നുണ്ട്, സോയാ സോസും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചില്ലി സോസ് നിങ്ങൾക്കിപ്പോൾ ഒന്നല്ലെങ്കിൽ കടയിൽ നിന്ന് ഇതേപോലെ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചത് ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് നമുക്ക് വീട്ടിൽ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മിയ കിച്ചൻ ചില്ലി സോസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും.
പിന്നെ ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്തേക്കണ ഉണക്കമുളകും വേണം. അപ്പോൾ ഈ ഉണക്കമുളക് വന്നാലും നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഉണക്കമുളക് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി, നന്നായിട്ട് പൊടിഞ്ഞു പോവാണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഞാനിതിലേക്ക് ഫസ്റ്റ് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് മൂന്നും കൂടി ചേർത്തിട്ടാണ് ഒന്ന് അരച്ചിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ചേർക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചിലപ്പോൾ ശരിക്കാണ്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ നമ്മുടെ നാടൻ വെളുത്തുള്ളി, ചെറിയ ടൈപ്പ് വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ ഒരു 16 വെളുത്തുള്ളി ചേർക്കാം. ഇതൊന്ന് കറക്കിയെടുക്കുക. ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനതിലേക്ക് ചിക്കൻ കുറേശ്ശെ ചേർത്തിട്ടാണ് അരച്ചിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അരങ്ങിയിട്ടില്ല. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഇതൊന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചിക്കനും പിന്നെ ക്യാപ്സിക്കം ആയിരുന്നാലും ഞാനിപ്പോൾ പകുതിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചിക്കനും ക്യാപ്സിക്കവും ചേർക്കാം. നിങ്ങളുടെ മിക്സിയിൽ ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ അരച്ചെടുത്താൽ കുഴപ്പമില്ല. ഈ ബാക്കിയുള്ള ചിക്കനും ക്യാപ്സിക്കവും കൂടിയിട്ട് ചേർത്തിട്ട് അരച്ചിട്ടെടുക്കാം. ഞാനിവിടെ നേരത്തെ ഈ മിക്സിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്, ആ മിക്സിയിൽ ശരിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ മിക്സി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ. ഇതിലേക്ക് ഞാൻ ആ ഇറ്റാലിയൻ സീസണിങ് ചേർക്കണുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ചേർക്കണ്ട. നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതും പിന്നെ കുരുമുളകിൻ്റെ പൊടിയും ഉപ്പൊക്കെയും ഇത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചേർക്കാം നമുക്ക്. ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ ഇത് നിങ്ങളിതിങ്ങനെ അരച്ചിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും വേണമെങ്കിൽ കുറച്ച് ചേർത്തിട്ട് അരച്ചിട്ട് എടുക്കുക. ഞാനിവിടെ മല്ലിയില ഇതിലേക്ക് മസാല ഇടുന്ന സമയത്താണ് ചേർക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അരച്ചിട്ടും ചേർക്കുക കുറച്ച്. ഇതേപോലെ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ക്യാപ്സിക്കം ഒക്കെ ചിലത് ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ പോലെ കിടക്കുന്നുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തോട്ട്. ഇതിലേക്ക് ഞാനിവിടെ ഇറ്റാലിയൻ സീസണിങ് ആണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. കാരണം നമ്മുടെ നാട്ടിലേക്കും ചിലപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇതിന് നമ്മുടെ ഈ നാടൻ ഈ കറികളുടെയൊക്കെ ഒരു ടേസ്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ഇങ്ങനെ ഇറ്റാലിയൻ സീസണിങ് നമ്മൾ ചേർക്കണത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അപ്പോൾ നമ്മളുടെ ഗരം മസാല അതിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഒരുപാടൊന്നും ചേർക്കേണ്ട, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതായിരുന്നാലും ഇതേപോലെ ഇങ്ങനെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ പിസയ്ക്ക് കഴിക്കുമ്പോൾ വേറൊരു ഫ്ലേവർ ഉണ്ടാവില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഇതിലേക്ക് നമുക്ക് അധികം ആവശ്യം വരില്ല, കാരണം ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ മസാല ഇടുന്ന സമയത്ത് ഇതിലേക്ക് സോയാ സോസ് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സോയാ സോസിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് ഒരുപാട് ചേർക്കണ്ട. പിന്നെ ലാസ്റ്റ് നമുക്കിത് റെഡിയാക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാമല്ലോ. ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്ത് കഴിഞ്ഞപ്പോൾ 8 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒലിവ് ഓയിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഓയിൽ ചേർത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ ഇറ്റാലിയൻ സീസണിങ്ങും പിന്നെ ഇപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേറൊരു ഫ്ലേവർ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അത് കിട്ടാനില്ല എന്ന് വെച്ചിട്ട് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർക്കാണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് കൈമ കൊണ്ട് ഒട്ടിപ്പിടിക്കില്ല. ഇത് നന്നായിട്ട് മിക്സ് ആവണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് നമുക്ക് ആവിയിൽ വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്.
അത് ഉരുട്ടിയെടുക്കാൻ പോണതിന് മുമ്പ് നമ്മുടെ കൈമ ഓയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് കൈമ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് ഇതേപോലെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഇതേപോലെ റെഡിയായി വഴിക്ക് തന്നെ ചെറിയ ബോളാക്കിയിട്ട് ആവിയിൽ വേവിച്ചിട്ടെടുക്കുക. കൈമ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ടാണ് ഇത് കുഴച്ചെടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ കുഴച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കൈ നന്നായിട്ടൊന്ന് കഴുകുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഓയിൽ തേച്ചിട്ട് ഉരുട്ടിയിട്ടെടുക്കുക. അല്ലെങ്കിൽ കൈ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കൈമയ്ക്കും നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഞാനിവിടെ കൈമ നന്നായിട്ട് ഓയിൽ തേച്ചിട്ടുണ്ട്. ഇതേപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇതിലേക്ക് നിങ്ങൾ ഈ കോൺഫ്ലോർ തന്നെ ചേർക്കണം. കോൺഫ്ലോറിന് പകരമായിട്ട് മൈദപ്പൊടി ചേർക്കരുത്. പിന്നെ കോൺഫ്ലോർ നമുക്ക് എല്ലാ സ്ഥലത്തും വാങ്ങാനും കിട്ടും. നമ്മുടെ നാട്ടിലായിരുന്നാലും കോൺഫ്ലോർ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ മതി, അധികം വിലയൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും കോൺഫ്ലോർ തന്നെ ചേർക്കണം. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഇങ്ങനെ ഉരുട്ടിയിട്ടെടുക്കുക. ഇതെല്ലാവരും ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് എടുക്കും. ഇത് ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം വരെ ഇത് കേടാവാണ്ടിരിക്കും. അതിപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടിരിക്കുമല്ലോ ഓരോ സാധനങ്ങൾ കേടുവരുന്നത്. നമ്മുടെ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ എപ്പോഴും കറണ്ടൊക്കെ പോവും, അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കേടുവരും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെയിം ടെമ്പറേച്ചറിലേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച വരേക്കും കേടാവാണ്ടിരിക്കും. അതിൻ്റെ കറക്റ്റ് സമയം എനിക്കറിയില്ല, പക്ഷെ പെട്ടെന്നൊന്നും കേടുവരില്ല. നമ്മൾ എന്തായാലും വേവിച്ചിട്ടാണല്ലോ വയ്ക്കുന്നത്. അതായത് നമ്മൾ ഇതേപോലെ തന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പാസ്ത അല്ലെങ്കിൽ നൂഡിൽസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. അതേപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും ചെറിയ ചെറിയ പീസായിട്ട് ഇത് വേവിച്ചിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്. അതുകഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലെ ഇപ്പോൾ ലഞ്ചൊക്കെ കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ഇതേപോലെ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ട് ഇതേപോലെ വേവിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടാണ് ഇത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ എന്തെങ്കിലും വെച്ചിട്ടാണ് ഇഡ്ഡലിക്ക് ആവി കയറ്റി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്യുക. ഇത് വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 15 മിനിറ്റ് നന്നായിട്ട് ആവി വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഒരെണ്ണെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ റെഡി ആയിട്ടുണ്ടോ എന്ന്. പക്ഷെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് റെഡി ആയി കിട്ടും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിതിവിടെ ഇതേപോലെ കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാനിവിടെ ഇത് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചേക്കണം മുളക് ചേർക്കുന്നുണ്ട്. ആ മുളക് ഇട്ട വഴിക്ക് തന്നെ നമ്മളിതിലേക്ക് സവോളയും ചേർക്കണം. അതിന് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മുളക് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ മുളക് ചേർക്കുന്നത്. അപ്പോൾ മുളക് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കുമ്പോൾ ഇട്ട വഴിക്ക് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് മുളകിട്ട വഴിക്ക് തന്നെ നമ്മൾ സവോളയും ചേർക്കണം. അപ്പോൾ സവോളയും മുളകും കൂടി ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സവോളയുടെ ഉള്ളിലുള്ള വെള്ളം കൊണ്ട് ആ മുളക് നമുക്ക് മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഉണക്കമുളക് അത് കരിഞ്ഞു പോകാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സവോള ഒന്ന് വഴന്ന് വരണം. ഈ സവോള നന്നായിട്ട് മൊരിയാനൊന്നും നിൽക്കണ്ട. സവോള നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കാം. ഇങ്ങനെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ഇതളായിട്ട് തിരിഞ്ഞു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം.
അതിന് ഒരുപാട് നേരിട്ടിട്ട് സവോള നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടേ. അപ്പോൾ സവോള നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. അപ്പോൾ സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം ഇതിനകത്ത് വന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ക്യാപ്സിക്കം ഒന്നും നന്നായിട്ട് വെന്ത് പോകരുത്. നമുക്കറിയാലോ, അങ്ങനെ വെന്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാപ്സിക്കത്തിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കണ സോസേജ് ചേർക്കാം. ഇതിലേക്ക് സോയാ സോസ് ചേർക്കാം. അതിന് ഒഴിക്കുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഒഴിക്കേണ്ട, എല്ലായിടത്തും ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്തിട്ടുണ്ട്. സോയാ സോസ് ചേർത്ത് കഴിക്കാൻ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒഴിച്ച വീണ സ്ഥലത്ത് തന്നെ ചിലപ്പോൾ ആ ചിക്കനിലേക്കൊക്കെ അതുമ്പോൾ മാത്രമായിട്ട് ചിലപ്പോൾ നന്നായിട്ട് ആ സോയാ സോസ് കണ്ട് പിടിക്കും. ചേർത്ത് കഴിക്കാൻ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചില്ലി സോസ് ചേർക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് സോയാ സോസ് വേണമെന്നുണ്ടെങ്കിൽ സോയാ സോസ് ചേർക്കാം, ചില്ലി സോസ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ചേർക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 2 നുള്ള് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴായിരുന്നാലും ഇതേപോലെ 2 നുള്ള് പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു 2 നുള്ള് പഞ്ചസാര ചേർക്കാം, ഒരുപാട് ചേർക്കരുത്. ഇതേപോലെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് 2 നുള്ള് ചേർക്കാം. ഇതിലേക്ക് മല്ലിയില ചേർക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഇറ്റാലിയൻ സീസണിങ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാനിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കുക. കാരണം ഇതിലേക്ക് നമ്മൾ സോയാ സോസൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ടാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം സെപ്പറേറ്റ് രണ്ടാമത് ഉപ്പ് ചേർത്താൽ മതി. അത് സോയാ സോസ് ആയിരുന്നാലും ചില്ലി സോസൊക്കെ ആയിരുന്നാലും നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ചില്ലി സോസിനൊക്കെ ചിലപ്പോൾ പല ടേസ്റ്റുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് കറക്റ്റായിട്ടൊരു അളവില്ല. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. സോയാ സോസ് ആണെങ്കിലും ഏട്ടാദ്യം ഒരുപാടൊന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാനും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എല്ലാനും നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ സോസേജ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ആ ക്യാപ്സിക്കം ചേർക്കുമ്പോൾ പല കളറിലുള്ള ക്യാപ്സിക്കം ചേർക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ചില്ലി സോസ് ചേർക്കുമ്പോൾ കടയിൽ നിന്ന് നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള ചില്ലി സോസും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ സ്വീറ്റ് ആയിട്ടുള്ള ചില്ലി സോസ് നിങ്ങൾ ചേർക്കരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.